കർമ്മത്തിൻ്റെ കർത്തൃത്വശക്തി കർത്തൃത്വമായും കർമ്മഫലത്തിൻ്റെ അനുഭവം ഭോക്തൃത്വമായും നിലകൊള്ളുമ്പോൾ കർത്തൃഭോക്തൃഭാവവിശിഷ്ടമായ കർമ്മം തന്നെ ഫലജനകമാണ്. അതുകൊണ്ട് പാപത്തോടൊപ്പം പുണ്യകർമ്മവും കത്തിപ്പോവും. ബുദ്ധിയുക്തൻ എന്നത് പുരുഷവിശേഷണമാണ്. അതിൽ ബുദ്ധി പ്രധാനമാണ്. അതായത് പുരുഷബുദ്ധി കൊണ്ട് പുണ്യപാപാത്മകമായ സകല കർമ്മവും നഷ്ടമാക്കും. യമവും നിയമവും കൂടി യോഗമാണ്. ആസനത്തെയാകട്ടെ യോഗാസനമെന്നാണ് പറയുന്നത്. പ്രാണായാമത്തിൻ്റെ കാര്യം പറയാനില്ല. അവയെ ലോകർ മുഖ്യരൂപത്തിൽ യോഗസംജ്ഞ നൽകി ആദരിക്കുന്നു. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത, ഗീതയുടെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്, ജ്ഞാനയോഗം. ജ്ഞാനം കൊണ്ട് മാത്രമാണ് കർമ്മത്തെ ഭസ്മീകരിക്കുവാൻ കഴിയും. അതിൽ കർമ്മങ്ങൾ ശുഭാശുഭങ്ങളുണ്ട്. ശുഭകർമ്മങ്ങളെയെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ബുദ്ധൗ ശരണമന്വിച്ച കൃപണാ ഫലഹേതവ, ഫലഹേതുവാകാതെ ശുഭകർമ്മങ്ങളെ അത്രയും ഭഗവാനിൽ സമർപ്പിച്ച് കഴിഞ്ഞ് വിവിധിഷ വന്ന് ബ്രഹ്മജിജ്ഞാസയുളവായി വിശുദ്ധാന്തഃകരണത്തിൽ ജ്ഞാനമുണ്ടായി കഴിയുമ്പോൾ അശുഭങ്ങളായ എല്ലാ കർമ്മങ്ങളും കത്തിത്തീരും. ക്ഷീയന്തേ ച അസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്ന ശ്രുതി പ്രസിദ്ധമാണ്. ബ്രഹ്മദർശനമുണ്ടായാൽ സകല കർമ്മക്ഷയം ഉണ്ടാവും. അഥവാ ജ്ഞാനം കർമ്മസമാപ്തിയെ ഉളവാക്കും. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസത് കുരുതേ തഥാ എന്നിങ്ങനെയും ഗീതാവചനമുണ്ട്. ഇപ്രകാരം അശുഭകർമ്മത്തിൻ്റെ ക്ഷയം ജ്ഞാനോൽപത്തി കൊണ്ട് സംഭവമാണ്. അതിനാൽ അശുഭകർമ്മത്തിൻ്റെ സമർപ്പണം തത്വജ്ഞാനത്തിൽ ശരണാന്വേഷണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, ഉളവാകുന്നില്ല. അവരെ സംബന്ധിച്ച് ജ്ഞാനോൽപത്തി കൊണ്ട് അശുഭകർമ്മങ്ങൾ കത്തിത്തീരും. അതുകൊണ്ട് അശുഭകർമ്മങ്ങളെ സമർപ്പിക്കേണ്ട അനിവാര്യതയില്ല. തത്വജ്ഞാനത്തിൽ ഇച്ഛ വന്നിട്ടുള്ള ആളുകൾക്ക്, ആ ജ്ഞാനത്തെ അന്വേഷിക്കുന്നവർക്ക്, അതിൽ ജിജ്ഞാസുക്കളായവർക്ക് ഇത് പ്രശ്നമല്ല. ബുദ്ധിയിൽ ശരണാന്വേഷണം ചെയ്യാത്തവരെ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുമില്ല. കാരണം ബുദ്ധൗ ശരണം അന്വിച്ച കൃപണാഫലഹേതവ എന്നാണ്. ഫലഹേതു കൃപണനാണ്. ബുദ്ധിയിൽ അന്വേഷണം നടത്തുന്നവർക്ക്, ജിജ്ഞാസുക്കളായവർക്ക് മാത്രമാണ് ഇവിടെ ചിന്ത. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് അത് വേറിട്ട് വിചാരണീയമാണ്. ഏത് ക്രമത്തിൽ ഇപ്പോൾ പാപക്ഷയമുണ്ടായി, ആ ക്രമത്തിൽ പുണ്യക്ഷയവും അവശ്യം ഭാവിയാണ്.
ഇതാണ് ആവശ്യമായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ബുദ്ധിയുടെ കാര്യമാണ് നടക്കുന്നത്. ക്ഷീയന്തേജ അസ്യ കർമാണി, ഇതിൽ പുണ്യപാപങ്ങൾ രണ്ടും ക്ഷയിക്കുന്നതായി പറയുന്നുണ്ട്. രണ്ടും എന്ന് തന്നെയല്ല ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥ. ഇവിടെ സർവശബ്ദം ചേർത്ത് ഭഗവാൻ അതിനെ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. സർവകർമാണി ഭസ്മസാത്. ജ്ഞാനമെങ്ങനെ കർമ്മനാശമുളവാക്കും? അതിനുത്തരം, ജ്ഞാനം കൊണ്ട് കർമ്മനാശമല്ല അജ്ഞാനനാശം ഉളവാകുന്നു. ജ്ഞാനം കൊണ്ട് അജ്ഞാനമാണ് നശിക്കുന്നത്, കർമ്മനാശമല്ല ഉണ്ടാകുന്നത്. അജ്ഞാനം കൊണ്ടാണ് കർത്തൃത്വഭാവവും ഭോക്തൃത്വഭാവവും ഉളവാകുന്നത്. അതായത് ജ്ഞാനസ്വരൂപമായ ആത്മാവിനെ അജ്ഞാനം ആവരണം ചെയ്യുമ്പോഴാണ് കാമമുണ്ടാകുന്നത്. ആവരണം കഴിഞ്ഞാലാണ് രജസ് വിക്ഷേപത്തിനൊരുങ്ങുന്നത്. കാമത്തെ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ കാമത്തിൽ നിന്നാണ് കർമ്മവീര്യമുണ്ടാകുന്നത്. അതാണ് കർമ്മത്തിന് കാരണമായിത്തീരുന്നത്. അനന്തങ്ങളായ കർമ്മങ്ങളെ ഉണ്ടാക്കുന്നത് ഈ കർമ്മബീജമാണ്, കാമമാണ്. അത് അജ്ഞാനത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ജ്ഞാനത്തെ, ആത്മബോധത്തെ ആവരണം ചെയ്യുക, കാമത്തെ വിക്ഷേപിക്കുക, കാമം സങ്കല്പങ്ങളായി കർമ്മങ്ങളായി പരിണമിക്കുക, അതിൽ കർത്തൃത്വവും ഭോക്തൃത്വവും കർമ്മം പോയാലും വച്ചു പുലർത്തുക, ഇത് അജ്ഞാന ലക്ഷണമാണ്. ശുഭമോ അശുഭമോ ആയ കർമ്മങ്ങൾ തൻ്റെ മലമായിരുന്നു എന്നും അജ്ഞാനമലമാണ് അതെന്നും, അതുകൊണ്ട് തന്നെ വിട്ടുപോയ കർമ്മവും അതിൻ്റെ ഫലവും മഹത്വമായി കരുതുന്നത് മലം തെച്ചു നിൽക്കുന്നത് പോലെയാണെന്നും അറിവുള്ളവർ ധരിക്കും. ഇനിയും എത്ര കർമ്മങ്ങൾ വിട്ടുപോകാൻ കിടക്കുന്നു എന്നവർ ചിന്തിക്കുന്നു. വിട്ടുപോയത് ഭഗവത് ശരണാഗതി കൊണ്ടാണ്. അപ്പം ജ്ഞാനം കൊണ്ട് കർമ്മനാശമല്ല അജ്ഞാനനാശമാണ് ഉളവാകുന്നത്. അജ്ഞാനം കൊണ്ട് തന്നെയാണ് കർത്തൃത്വവും ഭോക്തൃത്വവും ഉളവാകുന്നത്. അജ്ഞാനം നഷ്ടമാകുന്നതോടെ അജ്ഞാനപ്രയുക്തമായ കർമ്മക്ഷയവും അവശ്യം ഭാവിയാണ്. അപ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് അജ്ഞാനമാണ്. അജ്ഞാനനാശം കൊണ്ട് കർമ്മക്ഷയമുള്ളവ. കർത്തൃഭോക്തൃഭാവ വിശിഷ്ടമായ കർമ്മം തന്നെ ഞാൻ കർത്താവെന്നും ഞാൻ ഭോക്താവെന്നും കർമ്മത്തെ ആസ്പദമാക്കിയാണ് പറയുന്നത്. കർമ്മഫലത്തെ ആസ്പദമാക്കിയാണ് പറയുന്നത്.
കർമ്മത്തിൻ്റെ കർത്തൃത്വശക്തി കർത്തൃത്വമായും കർമ്മഫലത്തിൻ്റെ അനുഭവം ഭോക്തൃത്വമായും നിലകൊള്ളുമ്പോൾ കർത്തൃഭോക്തൃഭാവവിശിഷ്ടമായ കർമ്മം തന്നെ ഫലജനകമാണ്. അതുകൊണ്ട് പാപത്തോടൊപ്പം പുണ്യകർമ്മവും കത്തിപ്പോവും. അക്കാര്യം ഇവിടെ ഭഗവാന് അഭിപ്രേതമാണ്. അതിനാൽ ഇവിടെ ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃതദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം എന്ന് ഭഗവാൻ പറഞ്ഞു. അതിൽ ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ എന്ന് പറഞ്ഞു. സുഹൃതം തഥാ ദുഷ്കൃതം. സുഹൃതത്തെയും ദുഷ്കൃതത്തെയും രണ്ടിനെയും യോഗയുക്തനായവൻ ഉപേക്ഷിക്കും. സുഹൃതവും ദുഷ്കൃതവും യോഗയുക്തൻ ഉപേക്ഷിക്കുന്നു. രണ്ടിനെയും ഇല്ലാതാക്കുന്നു. ബുദ്ധിയുക്തൻ എന്നത് പുരുഷവിശേഷണമാണ്. അതിൽ ബുദ്ധി പ്രധാനമാണ്. അതായത് പുരുഷബുദ്ധി കൊണ്ട് പുണ്യപാപാത്മകമായ സകല കർമ്മവും നഷ്ടമാക്കും. തസ്മാത് യോഗായ യുജ്യസ്വ. അതുകൊണ്ട് യോഗത്തിനു വേണ്ടി സംലഗ്നമാവുക. എന്തുകൊണ്ടെന്നാൽ പ്രഥമമായി ഇത് പറഞ്ഞിരുന്നു. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് എന്ന്. ലക്ഷ്യം നമ്മുടെ ബുദ്ധിയോഗ പര്യന്തം എത്തുന്നു. അപ്പം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ബുദ്ധിയോഗമാണ്. അതുവരെ എത്തുന്നു. എന്തുകൊണ്ടെന്നാൽ ബുദ്ധിയുക്തൻ തന്നെയാണ് സുകൃത ദുഷ്കൃതങ്ങളെ സമാപ്തമാക്കുന്നത്. യുക്ത ബുദ്ധി യോഗബുദ്ധിയുള്ളവൻ തന്നെയാണ് രണ്ടിനെയും സമാപ്തമാക്കുന്നത്. ആ ബുദ്ധിയോഗം കൊണ്ട് അവരകർമ്മം സ്വയം വളരെ ശക്തമായി ചിന്തിച്ചാൽ അവരമാണ്, അതിദുഷ്കരമാണ്. അവരകർമ്മത്തിൻ്റെ അർത്ഥം അങ്ങേയറ്റം അവരമായ ശ്രേഷ്ഠമല്ലാത്ത. അത് നേരത്തെ പറഞ്ഞു. പുഷ്പിതവാണി, ഫലമില്ലാത്ത വാണി, നിഷ്ഫല ഗന്ധപുഷ്പം പോലെ. പുഷ്പിതവാണിയാൽ പ്രേരിതമായ കർമ്മം അവരമാണ്. അത് ചെയ്യാനാണ് ആളുകൾക്ക് ഇഷ്ടം. ലോകത്ത് അന്ധക്കരണ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നതും ജനസഞ്ചയത്തെ മുഴുവൻ ദുഃഖസുഖങ്ങളുടെ, ലൗകികങ്ങളായ ദുഃഖസുഖങ്ങളുടെ ആന്തോളനത്തിൽപ്പെടുത്തുന്നതും ആനന്ദഹേതുവല്ലാത്തതും ആയ പുഷ്പിതവാണിയിൽ ഹിംസയും സ്ഥേയവും അന്യഥാകാമവും എല്ലാം അടങ്ങുന്ന പുഷ്പിതവാണിയിൽ നമ്മുടെ സാഹിത്യനായകന്മാരും കഥാകാരന്മാരും
കലാകാരന്മാരും മാധ്യമങ്ങളുമെല്ലാം പുഷ്പിതവാണിയെയാണ് നൽകുന്നത്. ഫലമില്ലാത്ത വാണി. അതിൻ്റെ പ്രചാരണമാണ് ഇന്ന് നടക്കുന്നത്. ആ പുഷ്പിതവാണിയാൽ മോഹിതരായിട്ടാണ് ജനങ്ങളെ കാണുന്നത്. അതിൽ ഭ്രമിച്ച്, പുഷ്പിതവാണിയിൽ ഭ്രമിച്ച് അപരമായ കർമ്മങ്ങളിൽപ്പെട്ട് ആളുകൾ ഉഴലുന്നു. യാമിമാം പുഷ്പിതാം വാണിം പ്രവദന്തി വിപശ്ചിത. വേദവാദരഥാപാർത്ഥ നാന്യതസ്തീതി വാദിനഃ എന്ന് നാം നേരത്തെ കണ്ടതാണ്. അത് സ്വയം വളരെ ദൂരെയാണ്. എന്തുകൊണ്ടെന്നാൽ അതിൽ പൂർണ്ണരൂപത്തിൽ കർത്തൃത്വ ഭോക്തൃത്വ അഭ്യാസമുണ്ട്. ബുദ്ധിയോഗത്തിലാവട്ടെ അവ രണ്ടിൻ്റെയും അഭാവമാണുള്ളത്. പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും, കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും. കർത്തൃത്വ ഭോക്തൃത്വ അഭാവം കൊണ്ട് പൂർണ്ണമാണ് യോഗബുദ്ധി. എന്നാൽ കർത്തൃത്വ ഭോക്തൃത്വ അഭ്യാസം കൊണ്ട് പൂർണ്ണമാണ് പുഷ്പിതവാണി. അപ്പോൾ ആര് പ്രസ്തുത അവരകർമ്മത്തിൽ പുഷ്പിതവാണിയിൽ വീഴുന്നുവോ ആ കർമ്മം ബുദ്ധിയോഗത്തെ പ്രാപ്തമാക്കുന്നതിന് കഴിവുള്ളതല്ല. അത് കേവലം ജന്മകർമ്മ ഫലപ്രദമാണ്. ജന്മത്തെയും കർമ്മത്തെയും പുനർജന്മത്തെയും പുനർകർമ്മത്തെയും തരാൻ ഫലപ്രദമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരചക്രം കറങ്ങുന്നത് തന്നെ. അപ്പോൾ അതനുസരിച്ച് സംസാരചക്ര പ്രവർത്തനം നടക്കുകയാണ്. അതുകൊണ്ട് സംസാരകർമ്മത്തെ, അജ്ഞാനത്തെ, ദൂരത പരിത്യജിച്ച് യോഗായ യുജ്യസ്വ, കർമ്മയോഗത്തിനു വേണ്ടി പ്രസ്തുതമാവുക. അത് ബുദ്ധിയോഗത്തിൽ നിന്ന് ദൂരെയല്ല, ബുദ്ധിയോഗത്തിന് സമീപമാണ്. ബുദ്ധി അതിനഭിമുഖമാണ്, വിപരീതമല്ല. ഇത് വിവിദിഷാസമുത്പാദകമാണ്. ജ്ഞാനേച്ഛ. അതുകൊണ്ടിത് ബുദ്ധിക്ക് സമീപതരമാണ്. ബുദ്ധിക്ക് സമീപതരമായ കർമ്മത്തിൽ കർത്തൃത്വത്തെയും ഭോക്തൃത്വത്തെയും ഇല്ലാതാക്കുന്ന, പുഷ്പിതവാണി അല്ലാത്ത, അവരകർമ്മങ്ങൾക്ക് വിളനിലമാകാത്ത കർമ്മങ്ങളെ ഒരുവനെ കൃപണതയിലേക്ക് നയിക്കാത്ത, ഫലഹേതുവാക്കാത്ത, കൃപണ ഫലഹേതവ, ശ്രേഷ്ഠമായ അവരം അല്ലാത്ത,
അത് യോഗയുക്തമായ കർമ്മമാണ്. അത് വളരെ അടുത്താണ് ബുദ്ധിക്ക്. അത് ബുദ്ധിക്ക് സമ്മുഖമാണ്, ബുദ്ധിക്ക് വിപരീതമല്ല. ഈ വിവിധിഷാസമുത്പാദകമായ കർമ്മം ആണ് സമർപ്പിച്ച് ചെയ്യേണ്ടത്. യോഗ കർമ്മ സുകൗശലം. ഇത് നവീന പരിഭാഷയാണോ? നേരത്തെ സമത്വം യോഗ ഉച്യതേ എന്ന് ഭഗവാൻ പറഞ്ഞു. സമത്വമാണ് യോഗം. അതിൽ നിന്ന് ഭിന്നമായത് നൂതനമായൊരു പരിഭാഷയാണോ, അതോ നേരത്തെ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമാണോ? നൂതന പരിഭാഷയല്ല, യോഗം ഒന്ന് തന്നെയാണ്. അതിൽ ഭൂമികാഭേദമുണ്ട്. യോഗശാസ്ത്രത്തിൽ ഭൂമികകൾക്ക് വ്യതിയാനമുണ്ട്. അനേക ഭൂമികകളുണ്ട്. അവയെയും യോഗമെന്ന് തന്നെയാണ് വിളിക്കുന്നത്. യോഗസൂത്രത്തിന് ഭാഷ്യം ചമയ്ക്കുമ്പോൾ വ്യാസ ഭഗവാൻ ആദ്യ പാദത്തിന് സമാധിപാദം എന്ന് പറയുമ്പോൾ ഭൂമികാഭേദമനുസരിച്ച് യമം മുതൽ ഈഷദീഷത് ഭേദത്തിൽ സമാധിയുണ്ട്. അപ്പം യമവും നിയമവും കൂടി യോഗമാണ്. യോഗത്തിൽ ഭൂമികാഭേദത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും അവയെല്ലാം യോഗമാണ്. യമവും നിയമവും കൂടി യോഗമാണ്. ആസനത്തെ ആകട്ടെ യോഗാസനമെന്നാണ് പറയുന്നത്. പ്രാണായാമത്തിൻ്റെ കാര്യം പറയാനില്ല. അവയെ ലോകർ മുഖ്യരൂപത്തിൽ യോഗസംജ്ഞ നൽകി ആദരിക്കുന്നു. പ്രത്യാഹാരത്തിനും യോഗമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ യമം യോഗമാണ്, നിയമം യോഗമാണ്, ആസനം യോഗാസനമാണ്, പ്രാണായാമം പ്രച്ഛർദനവും വിധാരണവും അടങ്ങുന്ന പ്രാണായാമം മുഖ്യയോഗ സാധനയാണ്. കാരണം യോഗം ചിത്തവൃത്തി നിരോധമാണ്. ചിത്തവൃത്തികളുടെ വളർച്ചയ്ക്കുള്ള ആശ്രയം, അധിഷ്ഠാനം പ്രാണനാണ്. അതുകൊണ്ട് പ്രാണനെ നിയന്ത്രിക്കുമ്പോൾ ചിത്തവൃത്തികൾക്കുള്ള ആഹാരം നിയന്ത്രിക്കപ്പെടുന്നു. അതുകൊണ്ട് അത് യോഗമാണ്. പ്രത്യാഹാരവും യോഗമാണ്. ധാരണ, ധ്യാനം, സമാധീവ മൂന്നും ത്രയം അന്തരംഗം പൂർവേഭ്യ എന്നതനുസരിച്ച് അന്തർയോഗമാണ്. ബഹിരംഗയോഗമാണ് മുമ്പ് പറഞ്ഞതെങ്കിൽ ധാരണയും ധ്യാനവും സമാധിയും അടങ്ങുന്ന മൂന്ന് ത്രയം അന്തരംഗം പൂർവേഭ്യ എന്നതനുസരിച്ച് യോഗം തന്നെയാണ്. എന്നാൽ ശരിയായ യോഗം യോഗ സമാധി യുഞ്ഞ് സമാധൗ എന്നിങ്ങനെ വ്യാഖ്യാനം വ്യാസഭാഷ്യത്തിലുണ്ട്. യോഗത്തിൻ്റെ മുഖ്യ അർത്ഥം സമാധിയാണ്. അതിനെ പതഞ്ജലി മഹർഷി ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞു. യോഗ ചിത്തവൃത്തി നിരോധ. ആ ചിത്തവൃത്തി നിരോധരൂപി സമാധിയിൽ സഹായകമാകയാൽ യമം, നിയമം ആദിയായവയും യോഗമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ
ആണ് ഇവിടെയും. വൃത്തിനിരോധത്തിൽ കാമനാത്യാഗത്തിൻ്റെ വലിയ കൈയുണ്ട്. കാമനയുടെ ത്യാഗം. കാമനാത്യാഗമില്ലാതെ വൃത്തിനിരോധം ഉണ്ടാവില്ല. വൃത്തിനിരോധത്തിന് കാരണമായ മഹത്തായ യോഗശാസ്ത്രത്തെ നമുക്കായി സാധനാവർണ്ണനയിലൂടെ തന്ന ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.